അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പാണക്കാട് കൊടപ്പനക്കൽ തറവാട് കേരളീയ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, പൊതുസമൂഹത്തിന് ഒന്നടങ്കം വന്ന് തങ്ങളുടെ വേദനകൾ, വേവലാതികൾ പറയാനും അവരുടെ മനപ്രയാസങ്ങൾ പങ്കുവെക്കാനും അള്ളാഹു അനുഗ്രഹിച്ചു നൽകിയ വലിയ പാരമ്പര്യമുള്ള ഒരു തറവാട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടികളെന്ന ഖ്യാതി, നാനാജാതി മതസ്ഥരും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന തറവാട്. അവിടുത്തെ കാരണവരായിരുന്നല്ലോ, വലിയ തങ്ങളായിരുന്നല്ലോ PMSA പൂക്കോയ തങ്ങൾ. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. തങ്ങളവറുകൾ വഫാത്തായപ്പോൾ തങ്ങളവറുകളെക്കുറിച്ചെഴുതിയ അനുസ്മരണ കാവ്യങ്ങളിലെ ഒരു വരി, സകല കേസ് വിചാരണ ചെയ്യും കോടതി പീഠം കേഴുകയായി എന്നാണ്. ജുഡീഷ്യറിയിൽ വരെ പോയിട്ട് പരിഹാരം കണ്ടെത്താൻ കഴിയാത്ത പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിൻ്റെ വലിയ മാതൃകയായിരുന്നു പാണക്കാട്ടെ PMSA പൂക്കോയ തങ്ങൾ. ആ വട്ടമേശയുടെ ചുറ്റും വന്ന് നിൽക്കുന്ന ആളുകളുടെ സകല വേദനകളുടെയും ഭാണ്ഡങ്ങൾ ഇറക്കി വെക്കാനുള്ള അത്താണിക്കല്ലായി മാറി എന്ന് മാത്രമല്ല, കണ്ണീരിൻ്റെ നനവുമായി ഉപ്പ് കലർന്ന് തൻ്റെ മുൻപിൽ വന്ന് വേദനകൾ പങ്കുവെക്കുന്നവരുടെ കണ്ണീരൊപ്പുന്ന കൈലേസായി മാറാനും പാണക്കാട്ടെ വലിയ തങ്ങൾക്ക് സാധിച്ചിരുന്നു. അവിടുത്തെ വഫാത്തിൻ്റെ ശേഷം അതേ വട്ടമേശക്ക് പുറകിലിരുന്നു കൊണ്ട് കേരളത്തിൻ്റെ കണ്ണീരൊപ്പുകയായിരുന്നു ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾ. പരാശ്രയമില്ലാതെ വേദനകൾ കടിച്ചമർത്തി തൻ്റെ മുൻപിൽ വന്ന് വേദനകൾ നിരത്തിവെക്കുമ്പോൾ അവർക്ക് സമാശ്വാസത്തിൻ്റെ കുളിർത്തന്നലായി അവരുടെ മനസ്സ് നിറച്ച് പറഞ്ഞയക്കാൻ അല്ലാഹു തആല അദ്ദേഹത്തിനും ആ പാരമ്പര്യത്തിൻ്റെ കഴിവുകൾ നൽകിയിരുന്നു. തൻ്റെ മുൻപിലെത്തുന്ന പരശതം പ്രയാസമനുഭവിക്കുന്നവരുടെ നോവുകൾക്ക് സന്തോഷത്തിൻ്റെ പരിഹാരമാകാൻ പാണക്കാട്ട വലിയ തങ്ങളായിരുന്ന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്കും സാധിച്ചിരുന്നു. സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളും ഹൈദർ അലി ശിഹാബ് തങ്ങളുമൊക്കെ ആ പാരമ്പര്യം നിലനിർത്തിപ്പോന്നു. ഇന്ന് പാണക്കാട്ടെ വലിയ തങ്ങളായി ആദരണീയരായ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ അവരോധിതരായിരിക്കുന്നു. മുസ്ലിം സാമുദായിക രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പോഷക ഘടകമായ സുന്നി യുവജന സംഘത്തിൻ്റെ നേതാവും, അതിലുപരി സമസ്ത എടുക്കുന്ന ഏതേതു തീരുമാനങ്ങളും ഏതേതു പദ്ധതികളുമൊക്കെ കൂടിയാലോചിക്കുകയും സമസ്തയുടെ എല്ലാ പ്രൊജക്റ്റിൻ്റെയും തലപ്പത്ത് സമസ്ത പ്രതിഷ്ഠിക്കുകയും സയ്യിദ് അവറുകളെ മാത്രമല്ല ആ തറവാട്ടിലെ മറ്റു തങ്ങന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പാരമ്പര്യം കാത്തുസൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അനുധാവനം ചെയ്തു വരുന്നു. ആ ഒരു മഹനീയമായ പൂർവികരുടെ മാതൃക കൃത്യമായി നിറവേറ്റാൻ അള്ളാഹു ബഹുമാനപ്പെട്ടവർക്ക് ഹിമ്മത്ത് നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഇന്ന് കേരളീയ സംഘടനാ ഭൂമിക സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം ഒരല്പം കലുഷിതമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഈ കലുഷിതമായ സാഹചര്യത്തിൻ്റെ ഹേതു അന്വേഷിച്ചു പോയാൽ പ്രസ്ഥാനത്തിൻ്റെ അകത്ത് ആഭ്യന്തര കലാപം സൃഷ്ടിക്കുന്നതിലും വിവാദമുണ്ടാക്കി സമസ്തയുടെ എല്ലാ സമ്മിതിയും നഷ്ടപ്പെടുത്തുന്നതിനും കാരണമായ ഒരു സംവിധാനമാണ് CIC, കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ്. വഫിയ എന്ന് പറയുന്ന മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ സംവിധാനം സമസ്തക്ക് കീഴിൽ ആരംഭിക്കുകയും സമസ്തയുടെ മഹല്ലുകളിൽ, സമസ്തയുടെ സ്ഥാപനങ്ങളിൽ, സമസ്തയുടെ സഹകാരികളുടെ സഹകരണത്തോടുകൂടി മുൻപോട്ട് പോവുകയും ചെയ്തിരുന്ന ഒരു സംവിധാനം വളരെ സ്തുത്യർഹമായി മുന്നോട്ട് പോകുമ്പോഴാണ് സമസ്ത എന്ന് പറയുന്ന സുന്നത്ത് ജമാഅത്തിൻ്റെ ഫ്രെയിമിൻ്റെ പുറത്ത് കടക്കാനുള്ള ശ്രമം അധികൃതരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. CICയുടെ ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഇടയ്ക്കിടെ ഉണ്ടായ ആശയവ്യതിയാനങ്ങൾ അദ്ദേഹത്തിനുണ്ട് എന്ന് ബോധ്യപ്പെടുത്തും വിധത്തിൽ സമസ്ത മുഷാവറക്ക് വരെ തീരുമാനമെടുക്കേണ്ടി വന്ന ഘട്ടങ്ങളെല്ലാം കഴിഞ്ഞു പോയപ്പോൾ അവിടെ പ്രസ്ഥാനം ഇടപെട്ടത് നമ്മൾ കണ്ടു. മുഷാവറ അവരെ കൂടിയാലോചനയ്ക്ക് വിളിക്കുകയും നിരന്തരമുള്ള കത്തിടപാടുകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഫോർമുലകൾ നിർദ്ദേശിക്കുകയും റമദാൻ മാസത്തിലടക്കം മുഷാവറ കൂടി ഈ വിഷയങ്ങളിൽ രമ്യമായ പരിഹാരത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുകയും ചെയ്തത് നമ്മളൊക്കെ അറിഞ്ഞതും കേട്ടതും മനസ്സിലാക്കിയതുമാണ്. ആദരണീയരായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ വളരെ രൂക്ഷമായി ഈ സംവിധാനത്തിൻ്റെ പോക്ക് സുതാര്യമല്ലെന്ന് പറഞ്ഞെഴുതിയ കത്തിൻ്റെ കോപ്പി ഇന്നും വിദ്യാഭ്യാസ ബോർഡിൽ നമുക്ക് ലഭ്യമാണ്. സമസ്തക്ക് സമ്മേളനം വിളിച്ചുകൊണ്ട്
സംഘടനാ പ്രവർത്തകരെ, പ്രസ്ഥാനത്തിൻ്റെ അനുഭാവികളെ, അനുയായികളെ വിളിച്ചു വരുത്തിക്കൊണ്ട് നല്ല പോക്കല്ല CIC-യുടേത് എന്ന് വിളിച്ചു പറയേണ്ട സാഹചര്യത്തിലേക്ക് എത്തിച്ച അവസരങ്ങളെല്ലാം നമുക്കറിയാം. പറഞ്ഞു വരുന്നത്, ഈ പ്രശ്നം ഇവിടെ പരിഹരിക്കപ്പെടാത്ത കാലത്തോളം ഉമ്മത്തിലുള്ള ഈ ഫിർഖത്ത് അത് തുടർന്നുകൊണ്ടിരിക്കുമെന്ന കാര്യത്തിൽ സന്ദേഹമില്ലല്ലോ. ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി മധ്യസ്ഥ ശ്രമങ്ങൾ നടന്നു എന്നത് നമുക്കറിയാം. എല്ലാ തീരുമാനങ്ങൾക്കും സ്വതന്ത്രമായ ചുമതല നൽകി ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഏൽപ്പിച്ചു കൊടുത്തത് പാണക്കാട്ടെ കോലായയിൽ വെച്ച് മാധ്യമങ്ങളെ മുൻനിർത്തി സമസ്തയുടെ അധ്യക്ഷൻ അന്ന് പ്രസ്താവന പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടു. തങ്ങളെ ഏൽപ്പിച്ചു എന്ന് തങ്ങളും അത് സമ്മതിച്ചു. ഇന്ന് രാവിലെ തങ്ങളായിട്ട് നമ്മൾ ചർച്ച നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ വഫിയിൽ പഠിക്കുന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ സമസ്തക്കാരാണ്, അവരുടെ രക്ഷിതാക്കന്മാരും സമസ്തക്കാരാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും നിലക്കുള്ളൊരു ആശങ്ക ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ ആ ആശങ്ക ഇല്ലാത്ത വിധം വഫിൻ്റെ സംവിധാനം അത് വളരെ നല്ല നിലക്ക് കൊണ്ടുപോകാൻ ആവശ്യമാവുന്ന ഒരു സംവിധാനത്തിൽ, ആ ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിന് അത് വേണ്ടതുപോലെ തുടർ നടപടികൾ ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ നമ്മൾ അധികാരപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ച് അടുത്ത ദിവസത്തിനുള്ളിലായിട്ട് അതിന് വേണ്ട ആ തീരുമാനം അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളൊക്കെ തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. അതാണ് ഇപ്പോൾ ആ വിഷയത്തെ പറ്റി പറയാനുള്ളത്. സംവിധാനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുഷാവറയുടെ തീരുമാനം അനുസരിച്ച് പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ, CIC പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും കൂടി ചർച്ച നടത്തി. ചർച്ചയിൽ എല്ലാ കാര്യങ്ങളും പരസ്പരം വിലയിരുത്തി. ഇതനുസരിച്ച് നിലവിൽ വഫിയ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും യാതൊരു വിധ ആശങ്കയും പ്രയാസവും ഇല്ലാതെ സ്ഥാപനവും പഠനവും മുന്നോട്ട് കൊണ്ടുപോകാനും ധാരണയായി. ഇത് സംബന്ധിച്ച് തുടർ നടപടികൾ കൈക്കൊള്ളുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തുന്നതിനും CIC പ്രസിഡന്റ് കൂടിയായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ, സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും, ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ ചുമതലപ്പെടുത്തി. ഇതാണ് തീരുമാനം. വിദ്യാഭ്യാസ സംവിധാനമാണല്ലോ, അപ്പോൾ അതിലൊരു കുഴപ്പമുണ്ടാകാൻ പാടില്ല. അവിടെ കുട്ടികളുടെ പഠനം, കുട്ടികളുടെ പരീക്ഷ, കാരണം പരീക്ഷയുടെ ആ നിലയ്ക്ക് അതിന് ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ പാടില്ല. ആ രീതിയിൽ അവിടെ എന്തെല്ലാം ചെയ്യേണ്ടത് സംവിധാനം അത് ഞങ്ങൾ ചെയ്യും. കൂടി ആലോചിച്ചിട്ടുണ്ട്. തങ്ങൾ ചെയ്യും. പക്ഷേ നീണ്ട ഇടവേളകൾ ഇവിടെ കഴിഞ്ഞു പോകുമ്പോഴും പ്രശ്നം രൂക്ഷമായി പോവുകയാണ്. സകല കേസുകളും വിചാരണ ചെയ്ത് പരിഹാരം നിർദ്ദേശിച്ചു കൊടുത്തിരുന്ന കോടതിയെ ആരൊക്കെയോ ചേർന്ന് ഹൈജാക്ക് ചെയ്യുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന പുറത്തെ വർത്തമാനം നമുക്ക് ഖേദകരമായ ഒരവസ്ഥയാണ് വരുത്തി തീർക്കുന്നത്. പാണക്കാട് വെച്ച് ഒരു പ്രശ്നപരിഹാരത്തിന് നേതൃത്വം നൽകിയിട്ട് അത് നടക്കാതെ പോയ ചരിത്രം ഇന്നുവരെ ഇല്ലല്ലോ. അതുകൊണ്ട് ശുഭാപ്തി വിശ്വാസത്തോടു കൂടെ തന്നെ ബഹുമാനപ്പെട്ട തങ്ങളവറുകളിലേക്ക് നമ്മൾ വീണ്ടും 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 നോക്കുകയാണ്. നോക്കൂ നിങ്ങൾ, തങ്ങൾ ഉംറക്ക് പോയ സമയം തൊയ്യിബ് പൈസി തൻ്റെ അനുഭവമായി പറഞ്ഞല്ലോ. തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു അത്രേ, ഞാൻ ഉംറ കഴിഞ്ഞ് നാട്ടിലേക്ക് പോയാൽ ആദ്യം ചെയ്യുന്ന പണി CIC-യുമായി ബന്ധപ്പെട്ട വിഷയം സമസ്തയിൽ പറഞ്ഞു തീർത്ത് അതിന് പരിഹാരം കണ്ടെത്തുന്ന പണിയാണ് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത്. തങ്ങൾ ഉംറ കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടു. പ്രശ്നം കൂടുതൽ വഷളായി എന്നല്ലാതെ ഒരു പരിഹാരവും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ ഔദ്യോഗിക വേദിയിൽ സ്റ്റേജിൽ നിന്നുകൊണ്ടാണ് അബ്ദുസ്സമദ് പൂക്കോട്ടൂർ പറഞ്ഞത്, പാണക്കാട്ട തങ്ങളുടെ മനസ്സറിയണമെങ്കിൽ നിങ്ങൾ പാണക്കാട്ടേക്ക് പോകണം. ഞാൻ ഇന്നും അദ്ദേഹത്തെ ബന്ധപ്പെട്ടിരുന്നു, കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത്, സമസ്ത വച്ച നിർദ്ദേശങ്ങൾ CIC അംഗീകരിക്കുന്നില്ലെങ്കിൽ സാദിഖ് അതിൻ്റെ തലപ്പത്തുണ്ടാകില്ല എന്ന് നിങ്ങൾ ജനത്തോട് പറഞ്ഞേക്കൂ എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് സമദ് സാഹിബ് പ്രസംഗിച്ച് മാസങ്ങൾ കഴിഞ്ഞു. പരിഹാരങ്ങളൊന്നും നമ്മൾ കണ്ടില്ല. ഈ അടുത്ത് മുഷാവറ കഴിഞ്ഞ് മാധ്യമപട വന്ന സമയത്ത് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു, പ്രശ്നങ്ങൾ മുഴുവനും തീർക്കാമെന്നും സമസ്ത നിർദ്ദേശിച്ച നിർദ്ദേശങ്ങൾ മുഴുവനും CIC കൊണ്ട് അംഗീകരിപ്പിക്കാമെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അവരുമായി നമ്മൾ ചർച്ചയിലുള്ള 9 കാര്യങ്ങളുണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുന്നിൽ വെച്ച്. ആ 9 തീരുമാനങ്ങൾ അവരെ കൊണ്ട് അംഗീകരിപ്പിച്ച് അതിന് എഴുത്ത് തങ്ങൾ വാങ്ങിത്തരാമെന്ന് തങ്ങൾ ഉറപ്പ് തന്നിട്ടുണ്ട്. സാദിഖ് അലി തങ്ങൾ സമസ്ത മുഷാവറയ്ക്ക് ഉറപ്പ് നൽകിയിട്ട് ഇന്നേക്ക് 1 മാസമായി. പാണക്കാട് സാദിഖ് അലി തങ്ങൾ കൊടുത്ത വാഗ്ദാനത്തിന് എന്ത് സംഭവിച്ചു? ആ ഉറപ്പ് പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതാണ് പ്രവർത്തകരുടെ ചോദ്യം.
കാരണം ഇത് ഉമ്മത്തിൽ കൂടുതൽ പ്രയാസങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സമസ്തയുടെ നിർദ്ദേശാനുസാരം CICയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തപ്പെട്ട ആളെ വീണ്ടും തൽസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നതാണ് കണ്ടത്. സമസ്തയുടെ നിർദ്ദേശപ്രകാരം പുറത്താക്കപ്പെട്ട ആളാണ്. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം കൂടുതൽ വഷളാക്കും വിധം സെനറ്റ് അദ്ദേഹത്തെ വീണ്ടും ജനറൽ സെക്രട്ടറിയാക്കിയ സാഹചര്യം കണ്ടു. അദ്ദേഹം വീണ്ടും ആ സ്ഥാനത്തേക്ക് അവരോധിതനായതിൻ്റെ ശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ ഉടനീളം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെയും അതിൻ്റെ സംഘ സംവിധാനങ്ങളെയും അതിൻ്റെ നേതാക്കളെയും അതിരൂക്ഷമായി പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നത് കണ്ടു. സമസ്തയുടെ ഡ്രൈവർമാർ ശരിയല്ല എന്ന് പറഞ്ഞതിൻ്റെ നേതാക്കന്മാർക്കെതിരെ അദ്ദേഹം ഒളിയം പെയ്തു. സമസ്തയിൽ ശുദ്ധികലശം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. മാത്രമല്ല, അദ്ദേഹം തൽസ്ഥാനത്തേക്ക് വന്നതിൻ്റെ ശേഷം നടന്ന കലോത്സവത്തിൽ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പങ്കെടുത്തുകൊണ്ട് പ്രസംഗിച്ചത് സമസ്തയുടെ ഒരു രേഖയിലും ആധികാരികമായൊരു രേഖയിലും CICയെ മാറ്റി നിർത്തിയതായി കാണാൻ കഴിയില്ല. സമസ്തയുടെ ഒരു മുഷാവറ അംഗം പോലും CICക്കെതിരിൽ പറഞ്ഞത് കാണാൻ കഴിയില്ല എന്ന തരത്തിൽ ഒരു പ്രസംഗം അദ്ദേഹവും കാഴ്ചവെച്ചു. യഥാർത്ഥത്തിൽ സമസ്ത മുഷാവറ കൂടി CICയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സുപ്രഭാതം പത്രത്തിലൂടെ അക്കമിട്ട് എണ്ണി പറഞ്ഞതാണ്. വിവിധ സന്ദർഭങ്ങളിൽ കൂടിയ മുഷാവറയ്ക്ക് ശേഷം വന്ന മാധ്യമപ്രവർത്തകരോട് സമസ്തയുടെ നിർദ്ദേശാനുസാരം പുറത്താക്കപ്പെട്ട CICയുടെ ജനറൽ സെക്രട്ടറി വീണ്ടും തൽസ്ഥാനത്ത് വന്നതുകൊണ്ട് ആ സംവിധാനവുമായി ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് അറുത്തുമുറിച്ച് ഒന്നിലേറെ തവണ സമസ്തക്ക് പറയേണ്ടിയും വന്നിട്ടുണ്ട്. CIC പ്രശ്നം അത് പിന്നെ മധ്യസ്ഥന്മാരെടുത്ത 9 തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങൾ അവർ അംഗീകരിക്കണം. ഒന്ന്, അത് അംഗീകരിക്കാത്തതിൻ്റെ പശ്ചാത്തലത്തിലും മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഹക്കീം ഫൈസിയെ രണ്ടാമത് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിലും ആയിക്കൊണ്ട് ഹക്കീം ഫൈസി നൽകുന്ന CIC അല്ലെങ്കിൽ അദ്ദേഹം ഭാഗമാക്കാവുന്ന വിദ്യാഭ്യാസ സംവിധാനമായിട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് യാതൊരു ബന്ധമില്ല. എന്നിട്ടും അതിനെ സമസ്ത തള്ളിയിട്ടില്ല എന്ന തലത്തിലാണ് തങ്ങളവരുടെ ഭാഗത്തു നിന്നുള്ള പ്രസംഗവും ഉണ്ടായത്. തങ്ങൾ സ്വമേധയാ പറയുന്നു എന്നതിനപ്പുറം തങ്ങളെ കൂടെ നിയന്ത്രിക്കുന്ന ഒരു ചാലകശക്തി ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറത്ത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സ്വാഭാവികമായും നമ്മൾക്ക് ഭയം തോന്നുകയാണ്. കാരണം സമസ്ത പറഞ്ഞ ഡിമാൻഡുകൾ അംഗീകരിക്കാതെ CICയുമായി മുന്നോട്ട് പോകാൻ സന്നദ്ധനല്ലെന്ന് പറഞ്ഞ തങ്ങൾക്ക് അതിൻ്റെ പ്രശ്നപരിഹാരത്തിന് മുന്നിൽ നിൽക്കാൻ കഴിയാത്ത വിധം പ്രതിരോധങ്ങൾ വരുന്നത് എവിടെ നിന്നാണ്? മധ്യസ്ഥ ശ്രമങ്ങൾ നടന്ന സന്ദർഭം നമുക്കറിയാം. വീണ്ടും ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട് നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു, മധ്യസ്ഥന്മാർ പറഞ്ഞ ചർച്ചകളെല്ലാം ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ സമസ്ത പറയുന്നു മധ്യസ്ഥന്മാർ മുഖേന പറഞ്ഞ കാര്യങ്ങളൊന്നും അവർ അംഗീകരിച്ചിട്ടില്ല എന്നു മാത്രമല്ല, മധ്യസ്ഥന്മാരായ ആളുകൾ പറഞ്ഞത് അദ്ദേഹം വാശിക്കാരനാണ്, പറഞ്ഞതൊന്നും കേൾക്കുന്നില്ല, അനുസരിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ഇനി തീരുമാനം നിങ്ങൾക്ക് വേണ്ട രൂപത്തിലെടുത്തോളൂ എന്ന് മധ്യസ്ഥന്മാർ പറഞ്ഞതായി സമസ്തയും പറയുന്നു. ഇവിടെ ആരാണ് യഥാർത്ഥത്തിൽ കബളിപ്പിക്കുന്നത്? ആരാണിവിടെ കപട നാടകം കളിക്കുന്നത്? സ്വാഭാവികമായും ഉയർന്നു വരുന്ന ചോദ്യങ്ങളാണിവ. അതുമാത്രമല്ല, അദ്ദേഹത്തെ പുറത്താക്കുന്നതിന് വേണ്ടി കൂടിയ മുഷാവറയിൽ തീരുമാനമെടുക്കാൻ കൂടെ നിൽക്കുകയും അദ്ദേഹത്തെ പുറത്താക്കിയത് ഉൾപ്പെടെയുള്ള CICയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിശദീകരിക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്ത സമസ്തയുടെ കേന്ദ്ര മുഷാവറ അംഗം ഡോക്ടർ മുഹമ്മദ് നദ്വി കൂരിയാട് ഉസ്താദ്, ബഹാവുദ്ദീൻ ഉസ്താദാണ് അതുമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പ് സമസ്തയുടെ ലെറ്റർ ഹെഡിൽ എഴുതി സമസ്തയുടെ നേതാക്കളെല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊക്കെ അതുവഴി പ്രചരിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തത്. അങ്ങനെയാണ് അത് സമസ്തയുടെ യുവജന നേതാക്കളുടെ ഫേസ്ബുക്ക് പേജുകളിലടക്കം പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ ബഹാവുദ്ദീൻ ഉസ്താദ് അത് പ്രസിദ്ധീകരിച്ചില്ല എന്നുള്ളത് മറ്റൊരു വശം. അപ്പോൾ CICയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിലപാട് സ്വീകരിക്കുകയും സമസ്തക്കൊപ്പം നിൽക്കുകയും ചെയ്ത ബഹാവുദ്ദീൻ ഉസ്താദ് നേതൃത്വം നൽകുന്ന ദാറുൽ ഹുദ യൂണിവേഴ്സിറ്റിയുടെ റൂബി ജൂബിലിയോടനുബന്ധിച്ച് നടന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിൽ ഇന്ത്യയുടെ പ്രതിനിധിയായി ക്ഷണിക്കപ്പെട്ടത് CICയുടെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ നമുക്ക് വ്യക്തിവിദ്വേഷമില്ല, പറയുന്ന വിഷയങ്ങൾ അഖിലം വിഷയാധിഷ്ഠിതമാണല്ലോ. അദ്ദേഹത്തെ വീണ്ടും കൊണ്ടുവന്ന് സമസ്ത നടത്തുന്ന ഒരു സ്ഥാപനത്തിൻ്റെ മുഖ്യാതിഥിയായി, ഒരു പ്രതിനിധിയായി, രാജ്യത്തിൻ്റെ പ്രതിനിധിയായി പങ്കെടുപ്പിക്കുന്ന വിരോധാഭാസമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. വീണ്ടും വീണ്ടും നമുക്കിടയിൽ ഉയർന്നു വരുന്ന ചോദ്യം, ബഹുമാനപ്പെട്ട പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ സമസ്ത ഏൽപ്പിച്ച ചുമതല, അദ്ദേഹം അത് പരിഹരിക്കുമെന്ന് നൽകിയ വാക്ക്,
ഈ വാക്കും അതിൻ്റെ ഉറപ്പും കാലങ്ങളായി മാസങ്ങളായി പാലിക്കപ്പെടാതെ പോകുന്നുണ്ടെങ്കിൽ അത് വളരെ ഗൗരവത്തോടുകൂടെ കാണേണ്ട ഒന്നാണ്. പാണക്കാട്ട് തീരാത്ത ഒരു പ്രശ്നമുണ്ടോ? പാണക്കാട് തങ്ങൾ ഇടപെട്ടിട്ട് തീർക്കാൻ കഴിയാത്ത ഒരു പ്രശ്നമുണ്ടായതായി കേരള ചരിത്രത്തിൽ നമുക്ക് ഒരേട് എടുത്തു കാണിക്കാൻ കഴിയുമോ ഈ CIC വിഷയമല്ലാതെ? മാത്രമല്ല, ഈ വിഷയത്തിലാണ് കൂടുതൽ പ്രശ്നങ്ങൾ രൂക്ഷമായി കലഹങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് നോക്കി നിൽക്കാൻ പാണക്കാട്ട് തങ്ങൾക്കാകില്ലല്ലോ. എന്നാൽ കാര്യമായ സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെടേണ്ട സാഹചര്യത്തിലാണോ ബഹുമാനപ്പെട്ട തങ്ങളുള്ള? അങ്ങനെ ഒരു ചോദ്യം പ്രവർത്തകരുടെ മനസ്സിൽ ഉദിക്കുന്നുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയുമോ? മാത്രമല്ല, മുജാഹിദ് സമ്മേളനത്തിൽ പാണക്കാട്ടെ 2 സാദാത്യങ്ങൾ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട നീരസം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അറിയിച്ചപ്പോൾ ഇതേ സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെയാണ് അവരുടെ ക്ഷമാപണം പത്രക്കാർക്ക് മുമ്പിൽ എഴുതി വായിച്ച് ഇനി അത് ആവർത്തിക്കുകയില്ല എന്ന് പറഞ്ഞത്. മുജാഹിദ് സമ്മേളനത്തിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ മുനവർ അലി തങ്ങളും റഷീദ് അലി തങ്ങളും സമസ്തയോട് ഖേദം പ്രകടിപ്പിച്ചു. ഞങ്ങളുടെ പിതാക്കളും അതുപോലെ പിതാമഹന്മാരും വന്ന വഴിയിൽ നിന്ന് ഞങ്ങൾക്ക് യാതൊരു വ്യതിയാനവും ഉണ്ടാവുകയില്ലെന്നും അവർ അറിയിച്ചു. ഭാവിയിൽ സമസ്ത നേതൃത്വവുമായി കൂടിയാലോചിച്ച് മാത്രം ഇത്തരം കാര്യങ്ങളിൽ തീരുമാനങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്നും അവർ അറിയിച്ചു. പക്ഷെ വീണ്ടും അവർ ബിദഅികളുടെ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും മറ്റു പല സാദാത്യങ്ങളും ബിദഅികളുടെ പല പരിപാടികളുടെയും ഭാഗമായി നിൽക്കുന്നതുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇതിനു മാത്രം പാണക്കാട്ടെ സാദാത്യങ്ങളെ വരിഞ്ഞു മുറുക്കി സമ്മർദ്ദത്തിലാക്കി പ്രതിരോധിക്കുന്നത് ആരാണ്? ഈ ചോദ്യങ്ങൾക്കെല്ലാം നാം ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കാലങ്ങളായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്കൊപ്പം നിന്ന പാരമ്പര്യമാണ് പാണക്കാട്ടെ പാരമ്പര്യം. ആ പാരമ്പര്യം സമസ്ത ഉയർത്തിക്കൊണ്ടുവന്നപ്പോഴാണ് ജനഹൃദയങ്ങളിലേറെ സ്വാധീനമുണ്ടാക്കാൻ ആ കുടുംബത്തിനും കഴിഞ്ഞിട്ടുള്ളത്. ഇതൊരു പരസ്പരം കൊള്ളക്കൊടുക്കലായിരുന്നു. ആ പാരമ്പര്യം ഇനിയും നിലനിൽക്കണം. കേരളത്തിൽ ബഹുഭൂരിഭാഗവും സുന്നികളാണ്. സുന്നികളിൽ തന്നെ അവർ പ്രതിനിധീകരിക്കുന്ന വ്യത്യസ്ത സംഘടനകളുണ്ടെങ്കിലും പ്രബല മതസംഘടന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. അതിൻ്റെ പ്രവർത്തകരാണ് സാദാത്യങ്ങൾക്കും അഹ്ലുബൈത്തിനുമുള്ള പ്രാധാന്യം ഓരോ മുക്കിലും മൂലയിലും പറഞ്ഞ് ഉമ്മത്തിനെ അത് പഠിപ്പിച്ചത്. ഉമ്മത്തിൻ്റെ മനസ്സിൽ അഹ്ലുബൈത്തിനുള്ള സ്ഥാനങ്ങൾ ഊട്ടിയുറപ്പിച്ചത്. അതുകൊണ്ടാണ് അഹ്ലുബൈത്ത് ഇന്ന് ജനഹൃദയങ്ങളിൽ വേരൂന്നിക്കിടക്കുന്നത്. ആ വേരോട്ടത്തിൻ്റെ ഒപ്പമാണ് PMS പൂക്കോയ തങ്ങളും ശിഹാബ് തങ്ങളും ഹൈദരലി ശിഹാബ് തങ്ങളും ഉമർലി തങ്ങളും ഒക്കെ സഞ്ചരിച്ചത്. സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ അങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് കൂടുതൽ ഉമ്മത്തിന് കരുത്താർജിക്കാൻ സാധിക്കുന്നത്. പക്ഷേ പുറത്തുനിന്നുള്ള ചരടുവലികളും സമ്മർദ്ദങ്ങളും ഇല്ലാതെയാവണം. CICയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ രമ്യമായി ഇവിടെ പരിഹരിക്കപ്പെടണം. സമസ്തയുടെ നിർദ്ദേശങ്ങളും ആദർശാശയങ്ങളും പാലിക്കപ്പെടണം. അപ്പോൾ പൂർവിക പാതയിൽ തന്നെ വളരെ സുദൃഢമായി ഈ ഉമ്മത്തിന് അമരനായകത്വം നൽകാൻ ആ കുടുംബത്തിന് ഇനിയും സാധിക്കും. അതിന് വിഘാതം നിൽക്കുന്ന ശക്തികളെ തിരിച്ചറിയാൻ എല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്.